നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം ഇന്ത്യക്ക് ഇത് സുവർണ കാലഘട്ടമാണെന്ന് തന്നെ പറയാം. എന്തെന്നാൽ ഇന്ത്യ ഇന്ന് എല്ലാ മേഖലകളിലും കുതിക്കുകയാണ്. കൂടാതെ ഇന്ന് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ മറ്റു രാജ്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കും. അത്തരത്തിലാണ് മോദി സർക്കാർ ഇന്ത്യയിൽ അധികാരമേറ്റെടുത്തതിനു ശേഷം വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഇപ്പോഴിതാ ജമ്മു കാശ്മീരിൽ മോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ഉണ്ടായ മാറ്റങ്ങൾ പറയുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. തന്റെ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരായ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നയങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുക മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ പ്രീണനത്തിനും അലസമായ മനോഭാവത്തിനുമെതിരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതിർത്തികളെയും സൈനികരെയും സംരക്ഷിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കുന്ന അപൂർവം രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ ഇന്ത്യ മാറിയതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. ജമ്മു കാശ്മീർ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് നുഴഞ്ഞുകയറ്റ ശ്രമമായിരുന്നു. മോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉറിയിലും പുൽവാമയിലും ആക്രമണങ്ങൾ നടന്നെങ്കിലും സർജിക്കൽ സ്ട്രൈക്കിലൂടെയും വ്യോമാക്രമണത്തിലൂടെയും പാകിസ്ഥാന് മറുപടി നൽകാൻ ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞു. കൂടാതെ അയൽ രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദികൾ നുഴഞ്ഞുകയറുന്നത് പതിവായിരുന്നു. അതിനാൽ തന്നെ ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. ഉറിയിലും പുൽവാമയിലും ആക്രമണം നടന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന് നാം മറുപടി നൽകിയെന്നും അമിത്ഷാ പറയുന്നു. അതേസമയം അമേരിക്കയും ഇസ്രായേലും ഈ രണ്ടു രാജ്യങ്ങൾ മാത്രമാണ് അതിർത്തികൾക്ക് വേണ്ടിയും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗണത്തിലേക്ക് ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തീവ്രവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കാൻ ഇന്ത്യ ആരംഭിച്ചത് അവിടെ മുതലായിരുന്നു. നേരത്തെ ഭാരതത്തിൽ നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങൾക്കും അന്നുണ്ടായിരുന്ന സർക്കാർ മൃദു സമീപനമായിരുന്നു സ്വീകരിച്ചതെന്നും അമിത്ഷാ പറയുന്നു. അതേസമയം മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ സീറോ ടോളറൻസ് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ജമ്മു കാശ്മീരിനെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ പാതയിലേക്ക് നയിക്കാൻ കാരണമായി. കൂടാതെ 10 വർഷം മുൻപ് ജമ്മു കാശ്മീരിൽ തീവ്രവാദികളെ വാഴ്ത്തിയിരുന്നു. അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ഘോഷയാത്രകൾ നടത്തിയിരുന്നു. ആളുകൾ തെരുവുകളിൽ ഒത്തുകൂടിയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സർക്കാരിൽ ഇതുപോലൊന്നും സംഭവിക്കില്ല. നമ്മുടെ കാലത്തും തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതും മുൻപത്തേക്കാളും കൂടുതൽ. എന്നാൽ ഇപ്പോൾ ഒരു ഘോഷയാത്രയും നടക്കുന്നില്ല. കൂടാതെ തീവ്രവാദിയെ കൊല്ലുന്നിടത്താണ് ഇന്ന് അടക്കം ചെയ്യുന്നത്. ഈ മാറ്റം വെറും നയങ്ങളുടെ ഫലമല്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നും അമിത്ഷാ പറയുന്നു.